നമ്മുടെ പെരിന്തൽമണ്ണയിൽ കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തിന്റെ മയ്യത്ത് ഒരു ബെഡ്ഷീറ്റിൽ വെച്ച് വീട്ടിൽ വെച്ചു. ആ വീട്ടിലുള്ള ആളുകൾ, അയൽവാസികളൊക്കെ രാത്രി ഉറങ്ങിയാൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും മക്കളും, ഒരു മോന്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു മോന് 18 വയസ്സുണ്ട്. ആ കുട്ടി മുട്ടിപ്പടിക്കെ ഖലീലുൽ ബുഖാരി തങ്ങളുടെ അവിടുത്തെ കോളേജിലെ മുത്താലിമാണ്. ഒരു മോന്, അദ്ദേഹത്തിന്റെ ഒരു മോന്. ആ മോനും ആ കുടുംബവും കൂടി മയ്യത്ത് പുറത്ത് കണ്ട് നീക്കി വെക്കും. എന്നിട്ട് ചത്താ ജഗത്തിനു ജീവൻ കൊടുത്തോവർ, ചാകും കിലശത്തെ നന്നാക്കി വിട്ടോവർ, യാ ശൈഖ് മുഹ്യിദ്ദീൻ ഹാളിറു, യാ ശൈഖ് മുഹ്യിദ്ദീൻ ഹാളിറു. നിങ്ങൾ ഒരുപാട് ചത്ത സംഗതിയൊക്കെ നന്നാക്കിയ ആളാണ്. നിങ്ങൾക്ക് വലിയ കഴിവുണ്ട്. യാ സയ്യിദി സനദി, ഞങ്ങൾക്ക് സനദുള്ള ഉറപ്പുള്ള അഡ്രസ്സുള്ള ഒരു നേതാവുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വിളിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിളിയാളനുണ്ടെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖേ അതങ്ങ് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളുടെ ഉപ്പാക്ക് ജീവൻ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തിന്റെ അടുത്തിരുന്നിട്ട് മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ തുടങ്ങി. മൊയ്തീൻ ശൈഖ് വിളി കേൾക്കുവോ? വരുവോ? വരൂല. അത് പറഞ്ഞു കൊടുക്കുക ഉസ്താദുമാരല്ലേ പറയേണ്ടത്. മൊയ്തീൻ ശൈഖ് ഇനി വിളിച്ചാൽ കേൾക്കൂല. കാരണം സ്വന്തം മോനക്കത് മനസ്സിലായിട്ടാ ഭരിക്കണേന് മുമ്പ് വാപ്പാനോട് ചോദിച്ചത്, വാപ്പ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. ഇനി മൊയ്തീൻ ശൈഖ് നമ്മളെ വിളി കേൾക്കൂല, അദ്ദേഹം വരൂല്ല. പക്ഷെ ഈ കുടുംബം അങ്ങേയറ്റം വിശ്വസിച്ചു മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ വരും, സഹായിക്കുമെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. മയ്യത്ത് പുഴുവരിക്കാൻ തുടങ്ങി, ദുർഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങി, മയ്യത്തിന്റെ കഷ്ണങ്ങൾ ഓരോന്നായി നുറുങ്ങി വീഴാൻ തുടങ്ങി. ആ ബെഡ്ഷീറ്റിൽ തന്നെ കഷ്ണങ്ങളും പുഴുവുമായിട്ട് അങ്ങനെ ചുറ്റിക്കൂട്ടി കട്ടിലിന്റെ അടിയിൽ തന്നെ വെച്ചു. അയൽവാസികൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. വല്ലാത്ത ദുർഗന്ധം അടുത്ത വീട്ടിലേക്ക് വന്നപ്പോ അയൽവാസികൾ ചെന്ന് ചോദിച്ചു, കൂട്ടരെ എന്താ നിങ്ങളെ വീട്ടിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം വരുന്നത്? സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണല്ലോ. അവർ ഒന്നുമില്ല. അവർ ചോദിച്ചു, അല്ല നമ്മൾ മൊയിലേരെ കണ്ടിട്ട് കുറെ ദിവസമായിക്കണല്ലോ, മൂപ്പർ എവിടെയെന്ന് ചോദിച്ചു. മൂപ്പർ കുറെ ദൂര സ്ഥലത്താണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്, മാസങ്ങൾ കഴിഞ്ഞിട്ടേ ലീവിന് വരുള്ളൂ എന്നും പറഞ്ഞു. അവര് പോയി. ഇവര് ജനലൊക്കെ അടച്ച്, വാതിലൊക്കെ അടച്ച്, കുറച്ച് സുഗന്ധമൊക്കെ അവര് പുകച്ചു നോക്കി. ദുർഗന്ധത്തെ ഒന്ന് പിടിച്ചു വെക്കാൻ. മനുഷ്യ ശരീരം ദുർഗന്ധം പുറത്തേക്ക് വിടാൻ തുടങ്ങിയാൽ ആ ദുർഗന്ധത്തെ പിടിക്കാൻ പറ്റുന്ന ഒരു സുഗന്ധവും ലോകത്തിന്ന് വരെ ഇല്ലട്ടോ. അതുകൊണ്ട് തന്നെ അയൽവാസികൾ പിന്നെ പോലീസിലാ പരാതി കൊടുത്തത്. വാർഡ് മെമ്പറൊക്കെ വന്നു, പത്രങ്ങളും മീഡിയകളൊക്കെ ആ വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ നിൽക്കുക. പോലീസ് വന്നു, വാതിൽ തുറന്നു, അകത്ത് കയറി ഈ ചീഞ്ഞനാറിയ പുഴുവരിച്ച ആ മനുഷ്യന്റെ മയ്യത്ത് കസ്റ്റഡിയിലെടുത്തു. അത് കൊണ്ടുപോകുമ്പോ പാവം കുടുംബം പറയാ, സാറേ കൊണ്ടുപോകല്ല, ഇന്നല്ലെങ്കിൽ നാളെ മുഹ്യിദ്ദീൻ ശൈഖ് വരും, ഇദ്ദേഹത്തിന് ജീവൻ കൊടുക്കും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആരാ മുസ്ലിം ഉമ്മത്തെ ഇങ്ങനെ ഒരു പിഴച്ച വിശ്വാസം ആ പാവപ്പെട്ട കുടുംബത്തിന് കൊടുത്തത്? ഒരു മുസ്ലിമിന് ആ വിശ്വാസം പാടുണ്ടോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരു കുറഞ്ഞ സമയത്തേക്കെങ്കിലും ഈ ദുനിയാവിലേക്കൊന്ന് തിരിച്ചു വിടുമോ റബ്ബേ എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ മറുപടി, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഓരോ നഫ്സിനും അല്ലാഹ് കണക്കാക്കിയ സമയമായാൽ അതിനപ്പുറത്തേക്കൊരു തിരിച്ചുവരവ് ഈ ദുനിയാവിലില്ല എന്ന് അല്ലാഹ് പറഞ്ഞത് മനസ്സിലാക്കാതെ ഏതോ കാലഘട്ടത്ത് മരിച്ചുപോയ മുഹ്യിദ്ദീൻ ശൈഖ് വന്ന് ജീവൻ കൊടുക്കുമെന്ന പിഴച്ച വിശ്വാസം മുസ്ലിം ഉമ്മത്തുകളെ കൊണ്ട് പാടിയും പാടിച്ചും ഇവര് പേടിപ്പിച്ചുമൊക്കെ വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്ത് വളരെ പ്രതിസന്ധിയിലാണ്, വളരെ അപകടത്തിലാണ്. അതിന് പറ്റുന്ന കഥകൾ പിന്നെ ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ പല വേദികളിലും പറഞ്ഞതാ, നൗഷാദ് ഹസനിയാണ് പറഞ്ഞത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ നൗഷാദ് ഹസനി പറയാണ്, ആരാ CM എന്ന് അറിയോ? CM എന്ന് പറഞ്ഞാ ചില്ലറക്കാരനല്ല. വിളിച്ചോ, നിങ്ങളുടെ വിളിക്കുത്തരം നൽകാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് റെഡിയായി നിൽക്കണ CM മുഹ്യിദ്ദീൻ ശൈഖിന് ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒന്ന് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ട്, ആളൊന്ന് ഔട്ടായിട്ടുണ്ട്, വിളിന്നൊക്കെ മാറിപ്പോൾ. ഇപ്പൊ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതിനോടല്ല കൂടുതൽ താല്പര്യം CM-നെയാണ്.
ഞാൻ പാടിയ പാട്ട് നിങ്ങൾ കേട്ടല്ലോ. ഹയ്യെന്നവരുടെ ഹുബ്ബിലലിഞ്ഞ് ഹല്ലാജിനും ഫൗക്കിലാണ്. എന്താ അതിന്റെ അർത്ഥം? ഇനി അള്ള ഒന്ന് വേറെ CM ഒന്ന് വേറെ എന്ന് പറയാനില്ല. CM അള്ളാഹുവിൽ ലയിച്ചു പോയി. CM അള്ളാഹു ലയിച്ചിക്കണ്. അതുകൊണ്ട് അള്ളാന്ന് വിളിക്കണം. നിങ്ങൾ CM എന്ന് വിളിച്ചാൽ CM തന്നെയാണ് അള്ളാഹ്, അള്ള തന്നെയാണ് CM. അത് ശൈഖുന തന്നെ പറഞ്ഞു. അനല്ലാ, CM തന്നെ പറഞ്ഞിക്കണമല്ലോ ഞാൻ തന്നെയാണ് അള്ളാന്ന്. നമ്മളെ ഈ മലയാള നാട്ടിലെ ഉസ്താദുമാർ സ്റ്റേജ് വന്ന് പറയാ ഞാൻ തന്നെയാണ് അള്ളാന്ന് പറയണ. അതിനെന്താ കുഴപ്പം? CM അനല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം എന്നാ ചോദിക്കണത്? ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ലേ? അതിനല്ലേ സഹോദരന്മാരെ മൂച്ചി പിരാന്ത് എന്ന് പറയാ. ഒരു മനുഷ്യൻ ഞാനാണ് അള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ചെറിയ കാര്യത്തിൽ പറയാൻ പറ്റുന്ന വർത്താനം അത്രയല്ലേ ഉള്ളൂ. അയാൾക്ക് മാനസിക രോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാവത്തിനാണ്ട് ഒഴിവാക്കി കൊടുക്കേണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ നിങ്ങൾ അടങ്ങാറാക്കണോ? നാളെ മഹ്ശറയിൽ അദ്ദേഹം നിങ്ങൾക്ക് എതിരെ വരൂലേ? അദ്ദേഹം പറയൂലേ, പടച്ചോനെ എൻ്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത സമയത്ത് ജദിബിൻ്റെ ഹാലിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞത് ഈ ഖൗമ് ജനങ്ങളോട് പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നാളെ മഹ്ശറയിൽ വരൂലേ? സത്യമായിട്ടും വരൂലേ? ഈസാ നബി അലൈഹി സ്വലാമിനെ വിചാരണ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞെന്നില്ലേ? CM വിചാരണ ചെയ്യൂലേ അല്ലാഹ്? എന്നിട്ട് പറയാ CM ആരാണെന്നറിയോ? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ തന്റെ നാട്ടിലെ ഖാളിയാരോട് അദ്ദേഹം പറയാ, ഖാളിയാരോട് വരാൻ പറഞ്ഞു. ഖാളിയാർ വന്നു. ഞാൻ എന്തിനാ വിളിപ്പിച്ചതെന്നറിയോ? ഞാൻ ആദ്യം മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങൾ ഉണ്ടാവണം. ഖാളിയാരോട് പറഞ്ഞല്ലോ വസിയത്ത്, നിങ്ങൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളെ മയ്യത്ത് ഞാനും കുളിപ്പിക്കാന്ന് മൂപ്പര് വസിയത്ത് അങ്ങണ്ടും. അപ്പൊ CM അറിയില്ല ആദ്യം ആരാ മരിക്കുക എന്നുള്ളത്. ലോകത്ത് ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞ് വീഴണമെങ്കിൽ CM അറിയാതെ നടക്കൂല. അതാണ് ഇപ്പൊ CM പറ്റി ഇവർ പറഞ്ഞു. ഒരു ഇല ഉണ്ട് വീഴണമെന്നുണ്ടെങ്കിൽ CM അറിയാതെ നടക്കൂല. അങ്ങനത്തെ ആൾക്ക് ആരാ ആദ്യം മരിക്കുക എന്നറിയില്ല. അതാണ് പ്രശ്നം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് മൂപ്പരെടുത്ത്. അപ്പൊ ഖാളിയാർ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാൻ വരാമെന്ന് പറഞ്ഞു. സംഗതി വശാൽ CM മരിച്ചു മയ്യത്ത് കട്ടിലിൽ കുളിപ്പിക്കാൻ കിടത്തി. ഈ വസിയത്ത് പറഞ്ഞ ഖാളിയാർ തന്നെ മയ്യത്ത് കുളിപ്പിക്കാനും വന്നു. തൻ്റെ ആളുകളുമൊക്കെ ആയിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. ഖാളിയാരുടെ കയ്യിലൊരു പാത്രമുണ്ട്, അതിൽ സോപ്പും വെള്ളമൊക്കെ കലക്കി മൂപ്പര് സോപ്പും വെള്ളം ഇങ്ങനെ റെഡിയാക്കി നിൽക്കുകയാണ്. അതിലിടക്ക് CM കട്ടുമ്പന്തും കണ്ട് നീച്ചിട്ട് ഇങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞ ആൾ തന്നെയാണോ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നിക്കണേ? അപ്പൊ ഖാളിയാർ ഞാൻ തന്നെയാണ്, കിടന്നോളി, കണ്ണ് പൂട്ടിക്കാളി, സോപ്പും വെള്ളം ഒഴിക്കാൻ പോവാണ്, കണ്ണ് കാവുള്ളൂ. സോപ്പും വെള്ളമാണ് ഒഴിക്കുന്നത്, കണ്ണ് കാവും, കണ്ണ് പൂട്ടിക്കാളി എന്നിട്ട് കിടക്കാൻ പറഞ്ഞു. മൂപ്പര് കണ്ണും പൂട്ടിയാണ്ട് കിടന്നതെന്നാ. എന്താ സഹോദരന്മാരെ ഈ പറയണത്? എൻ്റെ പൊന്നു ഉസ്താദുമാരെ, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ഹൃദയം ഒന്ന് തുറന്ന്, പരിശുദ്ധമായ മുസ്ലിമാണ് നമ്മളെന്ന് പറയുന്ന, പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് നമ്മളെന്ന് പറയുന്ന പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരുപാട് ത്യാഗപ്പെട്ട് ഒരുപാട് പരിശ്രമങ്ങളിലൂടെ ഈ ലോകത്തിന് സമ്മാനിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ നമ്മൾ പറയാ, മരിച്ചു കിടക്കുന്ന ആള് കണ്ണു തുറന്ന് നോക്കി. ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കണമെന്ന് വിചാരിക്കുക. മരിച്ച ഒരാൾ മൂപ്പർ കണ്ണു തുറന്ന് നോക്കി. എന്താ ചെയ്യേണ്ടത്? വേഗം വാരിക്കൂട്ടി ഏതെങ്കിലും വണ്ടിയിലിട്ടിട്ട് തൊട്ടടുത്ത മൈത്ര ആശുപത്രി കൊണ്ടുപോകണ്ടേ? അതിന് അന്ന് എവിടെയോ മൈത്ര എന്ന് ചോദിച്ചു. ഇതേമാതിരി ഒരിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക, അന്ന് മൈത്ര ആശുപത്രി എവിടെയോ? സഹോദരൻ, മെഡിക്കൽ കോളേജ് അവിടെ ഇല്ലേ? മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടല്ലോ. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് പറയാം ഞങ്ങൾ മരിച്ചെന്ന് വിചാരിച്ച്, പക്ഷെ വെള്ളം ഒഴിക്കാൻ നേരത്ത് മൂപ്പര് തല പൊന്തിച്ച് നോക്കി. അതുകൊണ്ട് നിങ്ങളും നോക്കി എന്നിട്ട് വേഗം ഡോക്ടർമാരടുത്ത് കൊടുക്കണ്ടേ? ഏതുപോലെ ഉദാഹരണം പറഞ്ഞുതരാം, വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി ഉദാഹരണം പറയാം. ഏതുപോലെ? ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇതുപോലെ സ്ട്രോക്ക് വന്ന് അബോവസ്ഥ ഉണ്ടായി വീണു. ശിഷ്യന്മാരും മക്കളൊക്കെ വിചാരിച്ച് അവള് മരിച്ചെന്ന്. കാരണം ഒരു അനക്കമില്ല, ഒറ്റപ്പോയി. പക്ഷെ ചെറിയ ഒരു അനക്കം ശരീരത്തിൽ കണ്ടപ്പോൾ വേഗം അവര് കാന്തപുരത്തിന് എടുത്തിട്ട് മൈത്ര ആശുപത്രിയിൽ കൊടുന്നാക്കി. അവിടെ ICUലായി. ഒരു മാസക്കാലം തൻ്റെ മലമൂത്ര വിസർജനം പോലും നിയന്ത്രിക്കാൻ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സാധിച്ചില്ല. അവിടെ കിടന്നിട്ടേന്നൊക്കെ അദ്ദേഹത്തിന്റെ ബോധം പോയി. പക്ഷേ ആ ആശുപത്രിയിൽ കിടക്കുന്ന കാന്തപുരത്തിനെ സഹായിക്കാൻ, അദ്ദേഹത്തെ ചികിത്സിക്കാൻ CM വന്നില്ല എന്നതാണ് അത്ഭുതം. ഞാൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിച്ചു, എന്തേ കാന്തപുരം ഉസ്താദിനെ ചികിത്സിക്കാൻ, സുഖപ്പെടുത്താൻ CM ആശുപത്രിയിൽ വരാതിരുന്നത്? ഒരുപാട് കഥ ഉണ്ടല്ലോ. CM വന്ന് സുഖപ്പെടുത്തി.
പകരൻ്റെ അടുത്തൊക്കെ 100 കണക്കിന് അനുഭവമുണ്ട്. പകരൻ്റെ അടുത്ത് മരിച്ച ആളെ തന്നെ CM ജീവിപ്പിച്ചതിന് എത്രയോ തെളിവ് പകരൻ്റെ അടുത്തുണ്ട്. ഈ കൂടുന്നതിനനുസരിച്ച് ആള് കൂടും. അത് പകരൻ്റെതാണോ നീട്ടൽ ഉണ്ടതല്ല, അത്ര ആള് കൂടും. അതിനാണത് അയ്യോ പോണത്. അത്ര തെളിവ് നമ്മളെ ബഹുമാനപ്പെട്ട പകരം മുഹമ്മദ് ഹസനിൻ്റെ അടുത്തുണ്ട്. എന്നിട്ടും എന്തേ കാന്തപുരം അബൂബക്കർ ഉസ്താദിനെ ചികിത്സിക്കാൻ ലോകത്തുള്ള വലിയ വലിയ ആശുപത്രിയിലെ ഡോക്ടർമാരെ ടെലികാസ്റ്റിലൂടെ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സ നടന്നിരുന്നത്. എൻ്റെ CM വരാഞ്ഞ് ഞാൻ പല സ്ഥലത്തും ചോദിച്ചപ്പോൾ എന്നോട് പറയാം, അനക്ക് ഇത്ര ബുദ്ധിയില്ല ചങ്ങായി എന്ന് ചോദിച്ചു. ഒന്നാമത് എന്നോട് പറഞ്ഞ എൻ്റെ തലേത്തെ തൊപ്പി ഒഴിവാക്കുന്ന ഉസ്താദ്മാർ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് തലേ തൊപ്പി ഒഴിവാക്ക്. അപ്പോൾ ഓർക്കെന്നെ തോന്നലുണ്ട് ഈ തൊപ്പി ഒരു പ്രശ്നമാണ്. എന്നിട്ട് പറയാ, എടോ കാന്തപുരം ഉസ്താദിനെ അഡ്മിറ്റ് ചെയ്ത ആശുപത്രി കോഴിക്കോട് മൈത്ര ആശുപത്രി അല്ലേ? അതെ. അവിടെ മുജാഹിദുകളായ ഡോക്ടർമാരുണ്ടെന്ന് എനിക്ക് അറിയില്ലേ? മുജാഹിദ് ഉള്ളിടത്തേക്ക് CM വരുമോന്ന്? വരൂലോ. അതുകൊണ്ടാണ് CM കാന്തപുരത്തിനെ നോക്കാൻ വരാഞ്ഞ്. വേറെ ഏതെങ്കിലും ആശുപത്രിയിലാണെന്നുണ്ടെങ്കിൽ CM-നെ മാറ്റി കൊടുക്കാനുള്ളതുള്ളൂ. പക്ഷെ മൈത്രയ്ക്ക് CM വരൂല. എവിടേക്കും വരൂല കൂട്ടരെ, എവിടേക്കും വരൂല. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. ആരും വരൂല, ഒരാളും വരൂല. നമ്മളെ റഹ്മത്തുള്ള കാസിമിക്ക് ഒരു വർത്താനുണ്ട്, എടക്കര 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 എന്ന് മൂപ്പര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഏതോ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ ആ ക്ലിപ്പ് കേൾക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ആദ്യം കേട്ടത് ഞാൻ വിചാരിച്ചു ഏതോ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടക്കരക്ക് പോകണം ബസ് കാളെ വിളിക്കാമെന്നാണ് വിചാരിച്ചത്. 3-4 വട്ടം മൂപ്പര് എടക്കര എടക്കര എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. എടക്കരയിൽ റസൂലുള്ള വന്നു. എടക്കരയിൽ നിന്ന് 40 കുടുംബം, മുസ്ലിം കുടുംബം ഇസ്ലാം വിട്ട് ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുപോയോലോ. അപ്പം അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി റസൂലുള്ള എടക്കരയിൽ വന്നൂന്നാ. എടക്കര നമ്മളെ കേരളത്തിലല്ലേ? ഞാൻ പോയി കഴിഞ്ഞ ദിവസം കൂടി എടക്കര പോയിട്ടാണ് വരുന്നത്. ഒരു 5 ദിവസം മുമ്പ് എടക്കര പോയിട്ടാണ് വരുന്നത്. നമ്മളെ ഈ എടക്കരയിൽ അവിടെ റസൂലുള്ള വന്നു. കൂട്ടരെ, കേരളത്തിലെ മുഴുവൻ എൻ്റെ സമസ്ത സഹോദരന്മാരും വിശ്വസിക്കുന്നു മക്കയിലെയും മദീനയിലെയും അവിടുത്തെ ഇമാമുകളും അവിടുത്തെ ആളുകളും യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് പുറത്താണ്, വഹാബികളാണെന്നാണല്ലോ പറയുന്നത്. അവിടുത്തെ മുഴുവൻ മനുഷ്യർ വഹാബികളായിട്ടും റസൂലുള്ള ഒരു നേരെങ്കിലും ആ മിമ്പർമൊക്കെ നട്ട് കയറി നിന്നിട്ടേ, റസൂലുള്ളാൻ്റെ സ്വന്തം മിമ്പർമക്ക് മദീനത്തുനിന്ന് ആ മിമ്പർമൊക്കെ നട്ട് കയറി നിന്നിട്ട് ഈ വെള്ളിയാഴ്ച ഞാൻ ഖുത്ബ പറയും, നിങ്ങൾ കേട്ടോളി, നിങ്ങളെ ഈ പിഴച്ച വഹാബിസം നിർത്തണം എന്ന് റസൂലുള്ള ഒരു ഖുത്ബ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ ജനത്തിന് മുമ്പ് പറയേണ്ടത്. എടക്കര 40 കുടുംബം പോയിട്ട് ഓരോ നന്നാക്കാൻ റസൂലുള്ള വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം, എന്നാലേ വിശ്വാസം ശരിയാവുള്ളൂ. ആ വിശ്വാസം മുസ്ലിമിൻ്റെതല്ല സഹോദരങ്ങളെ. റസൂലുള്ള ഇനി ദുനിയാവിലേക്ക് വരൂല. റസൂൽ എടക്കര മാത്രമല്ല ആലുവയിലും വന്നിക്കണമല്ലോ. ആലുവയിലും റസൂലുള്ള വന്നിക്കണ്. ആലുവ ഒരു പള്ളിയിൽ ഒരു സഹോദരൻ ആ പള്ളിയിലേക്ക് ഇശാ നമസ്കാരത്തിന് വരികയാണ്. അവിടെ കൂടിയ തൻ്റെ നാട്ടുകാരോട് പറഞ്ഞു, കൂട്ടരെ, ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കണേ, ഞാൻ റസൂലുള്ളാന്റെ പേരിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ആ പാട്ട് ഞാൻ പാടും, നിങ്ങളൊന്ന് കേൾക്കണേ. നമസ്കാരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പാട്ട് പോടാ അവിടുന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ കണ്ടുപോയി. എല്ലാവരും പോയി, പള്ളിക്കത്തെ മൊയിലേരും പോയി. അങ്ങനെ ഈ ചങ്ങായി പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കരഞ്ഞു, ഞാൻ റസൂലുള്ളാന്റെ പേരിൽ ഒരു പാട്ട് എഴുതിയിട്ട് അത് കേൾക്കാൻ ഒരു മനുഷ്യനും നിന്നില്ലല്ലോ. അതിൻ്റെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ ബാക്കിൽ വന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ തടവി. ആരാണെന്ന് അറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ള അങ്ങോട്ട് വന്ന് മൂപ്പരോട് പറഞ്ഞു, പൊന്നു മോനെ, എൻ്റെ പേരിൽ ഒരു പാട്ട് എഴുതിയിട്ട് ഞാൻ ഉണ്ട് കേൾക്കാൻ പാടിക്കോന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ സ്വഹാബിമാർ മുഴുവനും വെള്ള വസ്ത്രമണിഞ്ഞുകൊണ്ട് പള്ളിയിൽ നിറച്ച് സഹാബിമാറ്റ് റസൂലുള്ള വന്നു. മൂപ്പര് പാട്ടങ്ങോട്ട് പാടിക്കൊടുത്തു, റസൂലുള്ള കേട്ടൂന്ന്. ആലുവ, ഞാൻ ആലുവയിൽ കുറച്ചൊരു 1.5 കൊല്ലം എനിക്ക് അവിടെ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആലുവ ശ്രീമൂല നഗരത്തിൽ. ആലുവയിൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹസനിയാണ്. ഞാൻ ഫോനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ റസൂലുള്ള വന്ന പള്ളി എവിടെയാണ്? ഞാൻ ആലുവയിലുണ്ട്, നമുക്കൊന്ന് പോയി കാണാനാന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലല്ലേ. ഓനക്കറിയില്ല ആലുവയിൽ അങ്ങനെ ഒരു പള്ളി എവിടെ, ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള മായാവി കഥകൾ കൊണ്ട് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ തകർക്കുക. അപ്പൊ വേറൊരാൾ പറയാ, ഇതൊന്നുമല്ല, നിങ്ങൾക്ക് റസൂലുള്ള വരും, റസൂലുള്ള സഹായിക്കുന്നുള്ള കാര്യത്തിലാണോ തർക്കം? എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുള്ള ഒരു സ്ഥലത്തെയും ആളുകളെയും ഞാൻ പരിചയപ്പെടുത്താം. അവരുടെ ഒരു കറാമത്ത് ഇതാ പറയാണ്, കേട്ടോളീൻ. ജബ്ബാർ ഫൈസി എന്ന് പറയുന്ന ഒരു ജബ്ബാർ ഫൈസി കാസർഗോഡ് ജില്ലയിൽ പള്ളിയിൽ ഖതീബായിട്ട് പണിയെടുക്കുകയാണ്. അതിനിടക്ക് അദ്ദേഹത്തിന് രോഗം വന്നു, അവിടുന്ന് മരിച്ചു. ജബ്ബാർ ഫൈസി മരിച്ചു.
ജബ്ബാർ ഫൈസിയുടെ മയ്യത്ത് കാസർഗോഡ് നിന്ന് അവിടെ നിന്ന് മയ്യത്ത് കുളിപ്പിച്ച് കഫംപുടവ കൊടുത്ത് അവിടെ നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നു. വാപ്പയും കുറച്ച് ആൾക്കാരും കൂടി പോയിട്ട് മയ്യത്ത് കൊടുന്നു. കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ കഴിഞ്ഞ് കോഴിക്കോടൊക്കെ കഴിഞ്ഞ് പട്ടർക്കടവ് എന്ന് പറയുന്ന സ്ഥലം, ഈ പട്ടർകുളപ്പ് ഞാൻ പോയിട്ടുണ്ട്. പട്ടർക്കടവ് മലപ്പുറം ജില്ലയിലാന്ന് പറഞ്ഞു. എവിടെ? പട്ടർ നടക്കാവിൻ്റെ നാട്ടിലാ. പക്ഷെ പട്ടർക്കടവ് എവിടെയെന്ന് എനിക്കറിയില്ല. അത് ആ ഭാഗത്ത് എവിടെയാണ്. ഏതായാലും പട്ടർക്കടവിലുള്ള പൈസയാണ്. പാണക്കാടിന്റെ അടുത്താണ് ഈ പട്ടർക്കടവ്. പാണക്കാടിന്റെ അടുത്താണ്. അപ്പൊ പട്ടർക്കടവിലേക്ക് മയ്യത്തുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ മയ്യത്തിന്റെ ഉപ്പ, ജബ്ബാർ ഫൈസിയുടെ ഉപ്പ വണ്ടി ഓടിക്കുന്ന ആളോട് പറഞ്ഞു, മോനെ വണ്ടി നേരെ കൊടപ്പനക്കലേക്ക് വിട്. ഞാൻ എൻ്റെ വീട്ടിൽ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും തങ്ങൾ പാപ്പാട് പറയാതെ ഒന്നും ചെയ്യൂല. എൻ്റെ മോൻ മരിച്ച വീട് ഞാൻ തങ്ങൾ പാപ്പാനോടൊന്ന് പറയട്ടെ. വണ്ടി നേരെ കൊടപ്പനക്ക് വിട്. വണ്ടി നേരെ കൊടപ്പനക്ക് കണ്ടുവിട്ടു. കൊടപ്പനക്കൽ തറവാട്ടിൽ വണ്ടി കൊണ്ട് നിർത്തി. അവിടുന്ന് ഈ പിതാവ് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പാപ്പാന്റെ കുട്ടി മരിച്ചല്ലോ. പാപ്പ പറഞ്ഞു മിണ്ടാണ്ടിരിക്കുകയാണ്. പാപ്പ കണ്ട് വന്നിട്ട് ആംബുലൻസിന്റെ വാതിൽ തുറന്നു കഫംപുടവ ഒന്ന് അഴിച്ചു, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റി വെച്ചു. എന്നിട്ട് തങ്ങൾ പാപ്പ വീട്ടിലേക്കാണ്ട് ഓടി. 2 ഇല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. 2 ഇല. ആ ഇല നന്നായിട്ട് കയ്യിലൊന്നിട്ട് തിരുമ്പി, എന്നിട്ട് അതിന്റെ നീര് മരിച്ച ജബ്ബാർ ഫൈസിയുടെ കണ്ണിലും മൂക്കിലാണ്ട് ഇറ്റിച്ചു. ജബ്ബാർ ഫൈസിയെ നിക്കടാ. സുബ്ഹാനല്ലാഹ്, ജബ്ബാർ ഫൈസി അതാ എഴുന്നേൽക്കുന്നു. ജബ്ബാർ ഫൈസി കഫംപടവക്കാണ്ട് എടുത്തിട്ട് കണ്ട് നീച്ചിട്ട് നിന്ന്, പൊന്നാര മൊയിലേരെ കഫംപടവൊക്കെ കൂടി കണ്ട് ഒഴിവായി കഴിഞ്ഞാൽ ജബ്ബാർ ഫൈസി അങ്ങനെ വണ്ടി നിന്ന് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. വേറെ ചില പ്രശ്നങ്ങളുണ്ട്, അത് പറയണ്ട. എൻ്റെ കൂടെ കഫംപടവൊക്കാണ്ട് ഒഴിവാക്കി കണ്ട് ജബ്ബാർ ഫൈസി വണ്ടി നിന്ന് ഇറങ്ങി വരാൻ പറ്റുമോ? കുടപ്പന തറവാട്ടിൽ പറ്റൂലല്ലോ. ആ അടപ്പംപൂടെ തന്നെ മൂപ്പരിങ്ങനെ ചുറ്റിപ്പിടിച്ചും കണ്ടിട്ട് ഇറങ്ങി വന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കഥക്ക് ചെറിയൊരു ചാതുണ്ടായിരുന്നു. പൊന്നു സഹോദരന്മാരെ, പൊന്നു ഉസ്താദുമാരെ, നസീഹത്തോട് ചോദിക്കുക, കൊടപ്പനക്കൽ തറവാട്ടിൽ മുറ്റത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് നിങ്ങൾ തെളിയിച്ച നിങ്ങളെ കൂടെ മങ്കൂസ് മൗലൂദ് ഓതാൻ ഞാൻ ഉണ്ടാവും. അത് ശിർക്കിന്റെ കോട്ടയം. മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്ന കിതാബ. പരിശുദ്ധ ഖുർആന്റെ ഡസൻ കണക്കിന് ആയത്തുകൾ അങ്ങനെയല്ല എന്ന് പറയുന്ന കിതാബ മങ്കൂസ് മൗലൂദ്. അത്ര ആ വെടക്കായ തെറ്റായ അത് ഓതാൻ ഞാൻ ഉണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞ സംഭവം കൊടപ്പനക്കൽ തറവാട്ടിൽ ഈ ജബ്ബാർ ഫൈസി എന്ന് പറഞ്ഞ ഒരാളെ മരിച്ചു കൂടുന്ന അയാളെ ജീവിപ്പിച്ചിങ്ങനെ നിങ്ങൾ പറയും. ഇന്നും പട്ടാർക്കടവിലെ പള്ളിയിൽ ജബ്ബാർ ഫൈസിക്ക് കുറിച്ച ഖബർ അവിടെ ഉണ്ടെന്നാണ് ഈ മൊയിലേര് പറഞ്ഞത്. ഇത്രമാത്രം ജനങ്ങളെ മുമ്പിൽ നോക്കിയിട്ട് കളവ് പറയാൻ മാത്രം ആളുകൾ മുതിർന്നെങ്കിൽ അവരും ഇസ്ലാമും തമ്മിലുള്ള ഒരുപാട് വഴിദൂരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വളരെ നസീഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താണ് സഹോദരങ്ങളെ. ഈ കള്ള കഥകളല്ല ഇസ്ലാമിന് വേണ്ടത്. ഇസ്ലാമിന് വേണ്ടത് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരുപാട് പ്രവാചകന്മാരുടെ കഥകളുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. റസൂലുള്ള മക്കയിൽ 13 വർഷം ദഅവത്ത് ചെയ്ത ചരിത്രമുണ്ട്. റസൂലുള്ള മദീനയിൽ 10 വർഷം ദഅവത്ത് ചെയ്ത ചരിത്രമുണ്ട്. ഇതൊക്കെ ഒന്ന് ഉമ്മത്തിനൊന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇസ്ലാമിന്റെ ആവേശം ഉണ്ടാക്കുന്നതിന് പകരം ഒരു അന്വേഷണം നടത്തിയാൽ കളവാണ് എന്ന് ബോധ്യപ്പെടാൻ മാത്രമുള്ള പച്ചക്കളവുകൾ ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞ് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ നഷ്ടപ്പെടുത്തിയാൽ ഇവിടെ മുസ്ലിം ഉമ്മത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ സത്യ ആദർശത്തിലേക്ക് നിങ്ങൾ വരണം. ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങണം. ഖുർആനാണ് നമ്മുടെ പ്രമാണം എന്ന് അംഗീകരിക്കണം. ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കണം. റബ്ബാണ്, അവനാണ് ഖാലിഖ്, അവനാണ് നമ്മുടെ സർവ്വരക്ഷകൻ. അവന് മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അവനോട് മാത്രമാണ് തേടാൻ കഴിയുക എന്ന പ്രവാചകന്മാരുടെ, റസൂലുള്ളാന്റെ, ബദരീങ്ങളുടെ, ഉഹദീങ്ങളുടെ, അയിമത്തുകളുടെ, മുസ്ലിം നേതാക്കന്മാരുടെ അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന, മുഹയ്യദ്ദീൻ ഷേഖ് റഹിമഹുള്ള അടക്കം പഠിപ്പിച്ചു തന്ന ആ ഒരു ഇസ്സത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് തിരിച്ചു വരണം. ബഹുദൂരം ഇസ്ലാമിൽ നിന്ന് ഈ കൗമ്, നമ്മുടെ സഹോദരന്മാർ, ഈ ഉമ്മത്ത് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം എത്ര കഥകൾ സഹോദരങ്ങളെ പറയുകയാണെങ്കിൽ തീരാത്തത്ര കഥകൾ ഓരോ ദിവസവും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് പോലും ഒരു സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, മുസ്ലിയാക്കന്മാർ കുളൂസ് കറാമത്ത് അവസാനിപ്പിക്കണം, പച്ചക്കളവ് പറഞ്ഞിട്ടുള്ള കറാമത്ത് പറച്ചിൽ അവസാനിപ്പിക്കണം, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞത് നസീഹത്തോടു കൂടിയല്ല. കാരണം അദ്ദേഹം തന്നെ കുളൂസ് കറാമത്ത് ധാരാളം പറയുന്ന ആളാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അദ്ദേഹം മറ്റുള്ളവരോട് കുളൂസ് കറാമത്ത് പറയണ്ടെന്ന് പറയാ? അതുകൊണ്ടാ പറയുന്നത്,
ഒരാളോടൊരു കാര്യം പറയുമ്പോൾ ആ പറയുന്നതിൽ നമ്മൾ ആദ്യം ശരിയാവണം, ഉറച്ചു നിൽക്കണം. അല്ലാതെ പറയരുത്. ഫൈറോഡ് അബ്ദുറഹ്മാൻ സഖാഫി തമിഴ്നാട്ടിൽ സിറാജുൽ ഹുദന്റെ ഒരു പിരിവിന് പോയിട്ട് അവിടെ കൂടിയ തമിഴന്മാരായ ആളുകളോട് പറയാണ്, സിറാജുൽ ഹുദയിലേക്ക് നിങ്ങൾ സംഭാവന തരണം, അത് ആയിരക്കണക്കിന് കറാമത്ത് കാണിച്ച ഒരു സ്ഥാപനമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കറാമത്ത് പറയുന്നുണ്ട്. ഒരു പെൺകുട്ടി അവളുടെ മുടിയിൽ വെക്കണ പിന്ന് വായിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചതാ, പക്ഷെ അത് ഉള്ളിൽ കണ്ട് ഇറങ്ങിയോണ്ട് പോയി. ആ പിന്ന് വായിക്കാണ്ട് ഇറങ്ങിപ്പോയപ്പോ അതിങ്ങോട്ട് കിട്ടണില്ല. പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ടും ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. ആ സമയത്ത് ആ കുട്ടിന്റെ വാപ്പ സിറാജുൽ ഹുദന്റെ പേരിൽ ഒരു സംഖ്യ അങ്ങോട്ട് നേർച്ചാക്കി. ആ നേർച്ചാക്കിയിട്ട് കഴിഞ്ഞപ്പോ ഈ കുട്ടിന്റെ പള്ളേന്ന് കുളു 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 കുളൂന്ന് പറഞ്ഞിട്ട് ആ പിന്ന് തൊള്ളേക്ക് പുറത്തു കൊണ്ടുപോകുന്നു. ഇത് കുളൂസ് കറാമത്തല്ലേ? ഇത് കുളൂസ് കറാമത്തല്ലേ? പച്ചക്കളവല്ലേ? അപ്പൊ ആദ്യം ഉസ്താദുമാർ എന്ത് ചെയ്യണം എന്നറിയോ? ഹക്ക് പറയണം. കാരണം നമ്മൾ പറയല്ലോ, ഉസ്താദ് നിന്ന് പാത്തിയാൽ കുട്ടികൾ ഓടിപ്പാത്തും. അതുണ്ടാവരുത്. ഉസ്താദുമാരെ അള്ളാനെ ഭയപ്പെടണം. അള്ളാന്റെ ദീനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കേണ്ടത്. ഇസ്ലാമിൽ ഇന്ന് 9999 വക മൗലൂദ് കിതാബുകൾ കൊണ്ട് സമ്പന്നമാണ് കേരളം. 9999 വകയിൽ ആയിരക്കണക്കിന് ഓരോ കിതാബുകളുടെയും പേജുകൾ കൊണ്ട് എത്ര ദൂരമുണ്ടോ അത്ര ദൂരം ഈ മുസ്ലിം ഉമ്മത്തിനെ ഖുർആനിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് ഇട്ടു. ഖുർആനിലേക്ക് അടുക്കാൻ സമ്മതിച്ചില്ല. അവർക്ക് കൊടുത്ത കുറെ പാട്ടുകൾ, കുറെ ഈ തരത്തിലുള്ള മാലകൾ, നൂലാമാലകൾ, ഇതൊക്കെയും കുഫറും ശിർക്കും ബിദ്അത്തും കൊണ്ട് സമ്പന്നമാണ്. ഏതൊന്നെടുത്താലും ധാരാളം ഇസ്ലാമികമല്ല. ഞാൻ ഒറ്റൊന്ന് ഉദാഹരണത്തിന് പറയാം. ഒറ്റൊന്ന്, സമയം അവസാനിക്കുകയാണ് സഹോദരങ്ങളെ, അവസാനിക്കുകയാണ്. ഒരൊറ്റൊന്ന് ഉദാഹരണത്തിന് പറയാം. നമ്മളിങ്ങനെ പറയുമ്പോൾ വെറുതെ ഒരു നിഴല് കണ്ടാണ്ട് വെടിയേക്കാൻ പറ്റൂലല്ലോ. എന്താ ഇസ്ലാമിക വിരുദ്ധമായിട്ട് മൗലൂദ് കിതാബിലുള്ളത്? ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ മങ്കൂസിൽ പറഞ്ഞു, ഡസൻ കണക്കിന് ഖുർആന്റെ ആയത്തുകൾ നിഷേധിക്കുന്നു മങ്കൂസ് മൗലൂദിൽ. ഇനിയോ അതിന്റെ തൊട്ടടുത്ത് എടുക്കുന്ന ഒരു മൗലൂദാണ് സുദ്ദീഖ് മൗലൂദ്. സുദ്ദീഖ് മൗലൂദിൽ ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്നറിയോ? ആ കഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഒരു സ്വഹാബ വനിത ഓടി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, നബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ. എന്റെ വീടിന്റെ മുമ്പിലുള്ള ഈത്തപ്പന മരം എന്റെ വീട്ടിലേക്ക് മറിഞ്ഞു വീണതായിട്ട് സ്വപ്നം കണ്ടു. അത് കണ്ട് ഞെട്ടി പേടിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. അതുകൊണ്ട് നബിയെ നിങ്ങളോട് പറയാണ്, എന്റെ ഭർത്താവ് യാത്രക്കാരനാണ്, യാത്രയിലാണ്, വീട്ടിലില്ല. അപ്പൊ റസൂലുള്ളാഹി അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ആ സ്വഹാബ വനിതയോട് പറഞ്ഞു, പെണ്ണെ, നീ അങ്ങേയറ്റം ക്ഷമിക്കണം, നീ ക്ഷമിക്കണം. നിന്റെ യാത്രയിലായ നിന്റെ ഭർത്താവ് ഈ ദുനിയാവിൽ ഇനി ഒരിക്കലും നീയുമായിട്ട് സംഗമിക്കുകയില്ല. റസൂലുള്ളാഹി സഹാബ വനിത കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു എന്നാണ് സുദ്ദീഖ് മൗലൂദിൽ പറയുന്നത്. അങ്ങനെ ആ സ്വഹാബ വനിത റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി കരഞ്ഞുകൊണ്ട് വരികയാണ്. വരുന്ന വഴിയിൽ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പെണ്ണേ, എന്തിനാ നീ കരയുന്നത്? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും പെണ്ണി സ്വപ്നം കണ്ട കഥ പറഞ്ഞു. എന്റെ വീടിന്റെ മുമ്പിലുള്ള ഈത്തപ്പന മരം എന്റെ വീട്ടിലേക്ക് മറിഞ്ഞതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. എന്റെ ഭർത്താവാണെങ്കിലോ യാത്രയിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ, നീ സമാധാനിച്ചോ, നീ ഭയപ്പെടണ്ട. ഇന്ന് വൈകുന്നേരം തന്നെ നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലേക്ക് വരും. റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ എൻ്റെ ഭർത്താവിനെ ഞാൻ കാണാൻ പറ്റൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ എൻ്റെ ഭർത്താവ് വരും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തന്നെ എന്നെ പുതിയാപ്പിള വീട്ടിൽ വന്നു. അസ്സലാമു അലൈക്കും. ഇത് കണ്ടപ്പോൾ ഈ സ്വഹാബ വനിത സലാം അടക്കി കണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് കണ്ട് ഓടി. ഇനിയിപ്പോൾ ഈ സലാം അടക്കിയ വരി എവിടെ ഈ സിദ്ദീഖ് മൗലൂദിൽ നിന്ന് ചോദിക്കണ്ട കേട്ടോ. ഒരു സ്വഹാബി വന്നിട്ട് സലാം പറയും മടക്കും, സ്വാഭാവികമാണല്ലോ. ഏതായാലും ഈ വനിത റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയേ, ഈ ദുനിയാവിൽ എന്റെ അടുത്തേക്ക് വരൂല എന്ന് പറഞ്ഞ എന്റെ പുതിയാപ്പിള വീട്ടിലുണ്ട് കേട്ടോ. അപ്പൊ റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു അങ്കലാപ്പ് ആകെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അത്രേ നബിയെ, നിങ്ങളാ പറഞ്ഞത് തന്നെയായിരുന്നു ശരി. പക്ഷേ പുറത്ത് വെച്ച് അബൂബക്കർ സിദ്ദീഖ് നിന്റെ ഭർത്താവ് ഇന്ന് രാത്രി വരുമെന്നാണ്ട് പറഞ്ഞപ്പോ സിദ്ദീഖിന്റെ നാവിൽ നിന്നൊരു കളവ് വരുന്നതിനെ അല്ലാഹു ലജ്ജിച്ചു. അതുകൊണ്ട് ആൾ തിരിച്ചു വന്നതാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ നാവിൽ നിന്നൊരു കളവ് വരുന്ന അത്ര ഒരു പ്രശ്നമൊന്നും അല്ല.
സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നാവിൽ നിന്നൊരു കളവ് വരാൻ പാടില്ല എന്ന കഥാകാരൻ മൗലൂദിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് മദ്ഹ് എന്നാ പറയാ, ദമ്മ് എന്നാ പറയാ? ഉസ്താദ്മാരോട് ചോദിച്ചാൽ മതി, ഇതിന് മദ്ഹ് എന്ന് പറയോ അതോ ദമ്മാണോ ചോദിച്ചാൽ മതി. അതിൽ തന്നെ ഒറ്റ കഥയും കൂടി സിദ്ദീഖ് മൗലൂദിൽ അതിന്റെ അടുത്ത വരിയിൽ അടുത്ത പേജിൽ ഒരു കഥയും കൂടി. രണ്ട് കഥ ഉണ്ടായാൽ ഏതായാലും ഈ സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, മുഴുവൻ ഇസ്ലാമിക വിരുദ്ധമാണ്, ജൂതന്മാരുടേതാണ്, ഷിയാക്കളുടേതാണ്. ഒരു മുസ്ലിമിന്റെ കുടുംബത്തിൽ വെക്കാനോ വായിക്കാനോ പാടാനോ പറ്റാത്തതാ. അടുത്ത വരിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അങ്ങനെ ജിബ്രീലിനോട് അല്ലാഹ് പറഞ്ഞു, ജിബ്രീലേ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പറയാം, അതിനപ്പുറമൊന്നും ഞാൻ പറയൂലാന്ന് അല്ലാഹ് കൽപ്പിച്ചു ജിബ്രീലിനോട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ജിബ്രീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, ബാക്കി ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്യാന്ന് വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. അള്ളാഹ് ജിബ്രീലിനെ നശിപ്പിച്ചു. വീണ്ടും ജിബ്രീലിനെ വീണ്ടും അള്ളാഹ് സൃഷ്ടിച്ചു. കാരണം എന്തോ ആദ്യത്തിൽ അള്ളാഹ് പറഞ്ഞ് കേൾക്കാൻ പറ്റാത്ത എന്തോ ഒരു പടപ്പ് കേട് എന്തോ അതിൽ ഉണ്ട് എന്ന് തോന്നിയിട്ടായിരിക്കും അള്ളാഹ് വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. നഊദുബില്ലാ, പച്ചക്കളവാണ് കേട്ടോ. അള്ളാഹ് പറഞ്ഞു, ജിബ്രീലേ പറയില്ല ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീൽ പറയാൻ കൂട്ടാക്കിയില്ല. അള്ളാഹു വീണ്ടും ജിബ്രീലിനെ ഡിലീറ്റ് ചെയ്തു. ഹകദാ 70,000 മർറ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു പ്രവൃത്തി 70,000 തവണ പ്രവർത്തിച്ചു. സിദ്ദീഖ് മൗലൂദിൽ പറയാ, അല്ലാഹ് 70,000 തവണ ജിബ്രീലിനെ ഉണ്ടാക്കി ഡിലീറ്റ് ചെയ്തു, ഉണ്ടാക്കി ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഒരു തവണയും കൂടി ഉണ്ടാക്കിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞോലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാളെ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് 70,000 തവണ പരിശ്രമിച്ച് നടക്കാത്ത കാര്യം സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരൊറ്റ തവണ കൊണ്ട് ജിബ്രീലിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അള്ളാഹിനെ പറ്റിയിട്ട് എന്താ വിചാരിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി എന്താ വിചാരിച്ചത്? ഇതൊരു മുസ്ലിമിന് പറയാൻ പറ്റുന്നതും പാടാൻ പറ്റുന്നതും ആണോ? ഉസ്താദുമാരോട് നല്ലോണം ചോദിക്കുക. പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ടാണ്ട് ഒഴിവായിക്കളി. അവിടേക്കൊക്കെ നിങ്ങൾ ഖുർആനിൻ്റെ ആയത്തുകൾ എങ്ങനെ കൊണ്ടുവരും. അവസാനമായിട്ട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനെ കൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു തആല പറയാൻ പറഞ്ഞ ഒരു ആയത്തിനെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അറാഫിൽ അതിൻ്റെ 188 വചനമായിട്ട് റബ്ബ് സുബ്ഹാനഹു തആല പറയാണ്, നബിയെ പറയണം, ഖുൽ, നബിയെ പറയണം, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനിയസ്സൂഅ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. സൂറത്തു അറാഫിലെ 188 വചനം. ഏത് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഈ ആയത്ത് ഓദിക്കാം. ഈ ആയത്തിന് ഉസ്താദ് പറയുന്ന അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് നോക്കാം. നബിയെ പറയണം, എനിക്ക് എൻ്റെ സ്വന്തം നഫ്സിന്, ആരുടെ നഫ്സിന്? റസൂലുള്ളാഹിന്റെ ശരീരത്തിന്. റസൂലുള്ള പറയാ, എനിക്ക് എൻ്റെ ശരീരത്തിന് ഒരു ഗുണമോ ഒരു ദോഷമോ വരുത്തുവാൻ എനിക്ക് സാധ്യമല്ല. എനിക്കൊരു ഗുണം വരുത്താൻ അല്ലെങ്കിൽ ഒരു ദോഷം വരുത്താൻ എനിക്ക് സാധ്യമല്ല. ഇല്ലാ മാഷാ അല്ലാഹ്, എൻ്റെ റബ്ബ് ഉദ്ദേശിച്ച ഒന്നല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്തു തരാൻ എൻ്റെ ശരീരത്തിനു തന്നെ സാധ്യമല്ല. എന്നിട്ട് നബി പറയാണ്, വലൗ കുൻതു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ, ഗൈബായ കാര്യങ്ങൾ എനിക്ക് അറിയുന്നവനാണ് ഞാനിരുന്നെങ്കിൽ, ലസ്തക്തറുതു മിനൽ ഖൈർ, ഒരുപാട് ഖൈർ എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു. വമാ മസ്സനിയസ്സൂ, എനിക്കൊരു ദുരന്തവും ഒരു ദുരിതവും
റസൂലുള്ളാഹിക്ക് മറഞ്ഞ കാര്യം അറിയാത്തതുകൊണ്ടാണ് റസൂലുള്ളാഹി ഉഹദിൽ ശത്രുക്കൾ ഉണ്ടാക്കിയ ചതിക്കുഴിയിൽ പോയിട്ടാണ് വീണത്. മുമ്പിലൊരു ചതിക്കുഴിയുണ്ടെന്ന മറഞ്ഞ കാര്യം റസൂലുള്ളാഹിക്ക് അറിയില്ല, മറഞ്ഞു വീണു, അതിൽ വീണു. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്കെന്നെ മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻ അന, ഞാൻ, അതായത് റസൂലുള്ളാഹ് ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, മുന്നറിയിപ്പുകാരൻ, ഞാനൊരു മുന്നറിയിപ്പുകാരൻ, വിശ്വസിക്കുന്ന ജനത്തിന് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ എനിക്ക് കഴിയൂല. നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് ആവലാതി എന്നോടല്ല പറയേണ്ടത്. അല്ലാതെ ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് തരാൻ, നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് റബ്ബിനോടല്ലാതെ മാപ്പ് ചോദിക്കാൻ, ആ മാപ്പ് അല്ലാതെ തരാൻ ആരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രശ്നം ഉണ്ടാവുമ്പോൾ റസൂലിനെ വിളിക്കല്ല, ബദരീങ്ങളെ വിളിക്കല്ലേ, മദീശേഖനെ വിളിക്കല്ലേ, മമ്പർത്തങ്ങളെ വിളിക്കല്ലേ. ഇവരാരും തന്നെ പഠിപ്പിച്ച മാർഗമല്ല അത്. അവരൊക്കെ പഠിപ്പിച്ച് ഞങ്ങളെ റബ്ബ് മദീന, അള്ളാഹ് ഞങ്ങൾക്ക് മദീന. ആ അള്ളാഹു മദീ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരെയാണ് ലോകത്തുള്ള മറ്റു മതവിശ്വാസികൾ വിളിക്കുന്നത്. അവർ മുസ്ലിങ്ങളാണ്. അവർക്ക് വേറെ ശക്തികളില്ല, വ്യക്തികളില്ല, കേന്ദ്രങ്ങളില്ല, നേർച്ചകളില്ല, വഴിപാടുകളില്ല. പക്ഷേ ഈ പറയുന്നതൊക്കെ ഇന്ന് മുസ്ലിം ഉമ്മത്തിലേക്ക് വന്നിട്ടുണ്ട്. നേർച്ചുണ്ട്, വഴിപാടുണ്ട്, ജാറുണ്ട്, ഒരുപാട് സംഗതികൾ, ഉറൂസും, അങ്ങനെ ധാരാളവും. ഇതൊക്കെ ഇസ്ലാമിൽ വന്ന ഇത്തിക്കണ്ണികളാണ്, അത് ഇസ്ലാമല്ല. നമ്മളൊക്കെയും ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ സ്വീകരിക്കുന്ന ഒരു മാർഗം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അറാഫിലെ അതിൻ്റെ 37-ാമത്തെ വചനത്തിൽ അള്ളാഹുവിന് പുറമെ ശക്തികളോ വ്യക്തികളോ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി അവരെ വിളിച്ചു തേടി ജീവിച്ച മനുഷ്യരുടെ മരണസമയത്തെ അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ദൂതന്മാർ അള്ളാഹുവിന് പുറമെ പല ആളുകളെയും വിളിച്ചു തേടിയിരുന്ന ആളുകളുടെ അടുത്ത് എത്തുമ്പോൾ യതവഫൗനഹും, അവരെ മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യനോട് മലക്കുകൾ ചോദിക്കും, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാ, അല്ല അബൂബക്കറേ, അല്ല ഫാത്തിമ, നീ റബ്ബിനു പുറമെ നീ വിളിച്ചിരുന്ന നിന്റെ സഹായികളില്ലേ, ഐനമാ കുൻതും, അവരൊക്കെ എവിടെ, ഒന്ന് കാണട്ടെ എന്ന് റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്ക് ചോദിച്ചാൽ ആ ചോദിക്കുന്ന ആ ഫാത്തിമ, അബൂബക്കർ, മുഹമ്മദ് അവർ പറയും, വല്ലൂ അന്നാ, ഞങ്ങൾക്കൊരു സഹായമില്ല തന്നെ, ഒരു സഹായം ഇല്ല എന്ന് അവിടുന്ന് പറയും. എപ്പോ? ഈ ദുനിയാവിൽ നിന്ന് റൂഹ് കൊടുക്കുന്നതിന് മുമ്പേ. സൂറത്ത് അറാഫ് 37-ാമത്തെ വചനം തുടങ്ങുന്നത് ഫമൻ അളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ ഔ കദ്ദബൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിന്റെ അവസാന ഭാഗം, എൻ്റെ ദൂതന്മാർ മരിപ്പിക്കാൻ അവരെ സമീപിക്കുമ്പോൾ ആ മലക്ക് ആ മനുഷ്യനോട് ചോദിക്കും, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നീ വിളിച്ചിരുന്ന വിളിയാളന്മാർ എവിടെ? മരിക്കാൻ കിടക്കുന്ന ആള് പറയും, വല്ലൂ അന്നാ, അങ്ങനെ ഒരു സഹായം ഞങ്ങൾക്കില്ലാതെ പോയല്ലോ. ഒരു സഹായം ഉണ്ടാവില്ല, ജീവിതത്തിൽ ഉണ്ടാവില്ല, മരിക്കുമ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ പറയും, വശഹിദു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കി അവൻ പറയും, അന്നഹും കാനൂ കാഫിരീൻ, അള്ളാഹ്ക്ക് പുറമെ സഹായികളുണ്ടെന്ന് വിശ്വാസിച്ച് അവരെ വിളിച്ചു പ്രാർത്ഥിച്ചു ജീവിച്ചെന്റെ ജീവിതം എന്നെ കാഫിറാക്കി കളഞ്ഞല്ലോ അല്ലാഹ്. ഇത് ഖുർആന്റെ വചനമാണ് സഹോദരങ്ങളെ. എന്നാൽ അല്ലാഹ് മാത്രം മതി എന്ന് പ്രഖ്യാപിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ മരണവും പറഞ്ഞു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് വിശ്വസിച്ച് ആ റബ്ബിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിച്ച മനുഷ്യ, നീ നിന്റെ ജീവിതം പിന്നെ മുസ്തഖീമാക്കിയാൽ, പിന്നെ ഇസ്തിഖാമത്ത് നിനക്കുണ്ടായാൽ, അല്ലാഹ് മതി എന്ന പ്രഖ്യാപനത്തിൽ നീ ഉറച്ചു നിന്നാൽ, നിന്റെ അടുത്തേക്ക് മരണസമയത്ത് വരുന്ന മലക്കുകൾ നിന്നോട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിനക്ക് മടങ്ങാനുള്ളത് ഈ സ്വർഗത്തിലേക്കാണെന്ന സന്തോഷ വാർത്ത ആ മലക്കുകൾ നിന്നെ അറിയിക്കും.
അപ്പോൾ അള്ള മതി എന്ന് പ്രഖ്യാപിച്ചവർക്കാണ് സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്ത. അള്ള പോരാ എന്ന് വിചാരിച്ച് ജീവിതത്തിൽ പല ആളുകളെയും വിളിച്ചു തേടിയിരുന്ന ആളുകൾക്ക് മരണസമയത്ത് ആളുകളൊക്കെ ഉണ്ട് കാണിച്ചു കൊടുക്കാൻ മലക്കുകൾ പറയുമ്പോൾ കാണിച്ചു കൊടുക്കാൻ ആരും കിട്ടൂല. അവർ സ്വയം പറയും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ നിഷേധികളാക്കിയിട്ടുണ്ട്. അന്നഹും കാനു കാഫിരീൻ എന്നാണ് ആയത്തിൻ്റെ അവസാനത്തിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്, നിസ്സാരമല്ല, ആരെങ്കിലും പരിഹസിക്കേണ്ടുന്ന വിഷയമല്ല. ഈ കാര്യം അള്ളാഹിൻ്റെ പ്രവാചകന്മാർ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനതയോട് പറഞ്ഞ അതേ ഗൗരവത്തിലാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇത് അള്ളാഹിൻ്റെ ആയത്തുകൾ വെച്ചിട്ടാണ്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ചാണ് റസൂലുള്ള തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ജനതയോട് പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് നിങ്ങളോടുള്ള അങ്ങേ അറ്റത്തെ ഇഷ്ടം കൊണ്ട് നസീഹത്തോടെ ഗുണകാംക്ഷയോടെ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം, അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ, ആ റബ്ബിനെ മാത്രമാക്കിയാൽ നമുക്ക് ഇഹപര ലോകം സന്തോഷമുള്ളതാകും. ഈമാനോടുകൂടി ലോകത്തിന് പോകാൻ സാധിക്കും. ആ സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന സന്തോഷ വാർത്ത മരണവേളയിൽ മലക്കുകൾ നമ്മളെ അറിയിക്കും. ആ തരത്തിൽ സന്തോഷത്തോടുകൂടി വിട പറയുന്ന മുഅ്മിനീങ്ങളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമുക്ക് അറിയാതെ സംഭവിച്ചു പോയ നമ്മുടെ ഈമാനിൽ അള്ളാഹു അല്ലാത്ത നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്ന വിശ്വാസം അത് ഇസ്ലാമികമല്ല, പരിശുദ്ധ ഖുർആനിനും റസൂലുള്ളാഹിന്റെ സുന്നത്തിനും എതിരാണ്. അങ്ങനെ ഒരു വിശ്വാസം എപ്പോഴെങ്കിലും ഉണ്ടായി നമ്മുടെ നേർച്ചകളോ വഴിപാടുകളോ നമ്മുടെ പ്രതീക്ഷകളോ അള്ളയല്ലാത്ത ഏതെങ്കിലും ശക്തികളിലേക്കോ വ്യക്തികളിലേക്കോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പറയണം, അല്ലാ ഞങ്ങൾക്ക് നീ അത് പുറത്ത് മാഫാക്കണേ റബ്ബേ. നീ മാഫാക്കാതെയാണ് ഞങ്ങൾ മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹുവിന് ശിർക്ക് വെച്ചുകൊണ്ടാണ് ഒരാൾ മരിച്ചു പോകുന്നെങ്കിൽ അവൻ അങ്ങേ അറ്റത്തെ വഴികേടിലാണ്, അവന് സ്വർഗം ഹറാമാണ്. ആ സ്വർഗമില്ലാതെ നരകത്തിൽ ശശ്വതമായി കഴിയേണ്ടി വരും. അത് വലിയൊരു അദാബാണ്. ആ അദാബിൽ പെടരുത്. അള്ള മതി എന്ന് തീരുമാനിക്കുക, റബ്ബിനെ മാത്രം പ്രതീക്ഷിക്കുക, അവനോട് മാത്രം സഹായം തേടുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. അങ്ങനെ ഏറ്റവും നല്ല ഉത്തമരായ മുഅ്മിനുകളായി മുവഹിദുകളായി ഈ ലോകത്തുനിന്ന് വിട പറയാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനെ പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് ആലോചിക്കാൻ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ കൊച്ചുമക്കൾ ആ ഫലസ്തീൻ്റെ മണ്ണിൽ വളരെയധികം പ്രതിസന്ധിയിലാണ്. ഫലസ്തീനിലെ മുഴുവൻ മക്കളും ജിഹാദിലാണ്. അതിൽ ഏതെങ്കിലും ആളുകളെ വകതിരിച്ച് അവരെ യഹൂദികളും ഷിയാക്കളുമാക്കി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞവന് തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ വയസ്സും പ്രായവും പാണ്ഡിത്യവും ഒക്കെ സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ വർത്തമാനം മുസ്ലിം ലോകത്തിന് പറ്റാത്തതാണ്. ഹൂദികളോ ഹിസ്ബുൽ മുജാഹിദിന്റെ ആളുകളോ ഫിലിസ്തീന്റെ മക്കളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർ ഷിയാക്കളാണല്ലോ ഇവരും ഷിയാക്കളാണെന്ന് പറഞ്ഞ് ആ ഫലസ്തീന്റെ പോരാളികളെ അപമാനിക്കുന്നത് കേരളത്തിലെ ഒരു മനുഷ്യനും യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല. കേരളത്തിലെ മുഴുവൻ മനുഷ്യ മനസ്സുകൾ ഫലസ്തീനികളും ഒപ്പ. ആ മസ്ജിദുൽ അഖ്സ അത് ജൂതന്മാർക്ക് കളിയാടാൻ കിട്ടിയാലും ഹമാസിന്റെ കയ്യിൽ വരരുത് എന്ന ഏറ്റവും മോശമായ നികൃഷ്ടമായ വർത്തമാനം അത് തിരുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ മുജാഹിദുകൾക്ക് പറയാനുള്ളത്. മുജാഹിദുകൾക്ക് അഭിപ്രായമില്ല. ഫലസ്തീനിലെ മുഴുവൻ മനുഷ്യരും ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഫലസ്തീനിൽ ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, ഫലസ്തീനിൽ യഹൂദന്മാരുണ്ട്. ആ യഹൂദന്മാരും ആ ക്രിസ്ത്യാനികളും ഫലസ്തീൻ മക്കളോടൊപ്പം ഫലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി ഒപ്പം നിൽക്കുമ്പോ അവിടെ ഏതെങ്കിലും ജാതിയുടെയോ ഏതെങ്കിലും ദേശത്തിന്റെയോ മറ്റേതെങ്കിലും ഷിയാറുകളുടെയോ പേര് പറഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പൊന്നോമനകളെ, ആ മക്കളെ വില കുറച്ച് കാണിക്കുവാനും അപഹസിക്കുകയും ചെയ്യുന്നത് ലോകം മാപ്പ് തരാത്ത മഹാപാപമാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. ആ പാപം മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വിജയം നൽകുമാറാവട്ടെ. ആ മണ്ണിന് ഉടനെ തന്നെ സമാധാനം നൽകി അല്ലാഹു അവരെ സഹായിക്കുമാറാവട്ടെ. അതിനുവേണ്ടി രക്തം കൊടുത്ത ജീവൻ കൊടുത്ത മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു അവന്റെ ശുഹദാക്കളുടെ പട്ടികയിൽ പാറി നടക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി പോരാളികളായ മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഹൃദയത്തിന് നിറസാന്നിധ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അവിടുത്തെ ഒരുപാട് സഹോദരിമാർ, വീടുകളില്ലാത്ത പിഞ്ചുമക്കൾ, ചെറിയ ചെറിയ മക്കള്, ആ മക്കളുടെ മുമ്പിൽ
മൈക്കുമായി ചെല്ലുന്ന മീഡിയയുടെ ആളുകളോട് ആ കുട്ടികൾ പറയുന്നത് വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്തി വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ എന്ന തൗഹീദിന്റെ വർത്തമാനം പറയുന്ന പിഞ്ചോമനകൾ അവർ ഇസ്ലാമിന്റെ വിരുദ്ധ ചേരികളിലാണെന്ന് പറയാൻ എന്ത് പ്രമാണമാണ് നിങ്ങളെ കയ്യിലുള്ളത്? ആ മക്കൾ മുഴുവൻ പറയുന്നു അള്ളാന്റെ പരീക്ഷണമാണ്, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാ, ആ അള്ളാഹ് മതി ഞങ്ങൾക്ക് എന്ന് പ്രഖ്യാപിക്കുന്ന, അള്ളാഹിനെ സ്വീകരിക്കുന്ന, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് രണ്ട് വിരലുകൾ ഉയർത്തി പറയുന്ന ആ മനുഷ്യര് അവരാ രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്, മസ്ജിദുൽ അഖ്സക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും അഭിമാനകരമായ പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ ആളുകളായിരിക്കാം. അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.